മന്ന കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോജി ജാക്ക ഫ്രം തൃശ്ശൂർ ജില്ലയിലെ ചേരുംകുഴി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത്. ടൗണിൽ നിന്ന് ഒരു 15-16 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 16 കിലോമീറ്റർ പറയുന്ന വലക്കാവ് വഴി വരുമ്പോഴാണ് കേട്ടോ. കാരണം ഈ ചേരുംകുഴിക്ക് 2-3 വഴിക്ക് വരാൻ പറ്റും. ബസ് ഉള്ളത് പുത്തൂർ വഴിക്കാണ്. പുത്തൂർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആകാൻ പോകുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കൊക്കെ വരുന്ന സ്ഥലമാണ് പുത്തൂർ. ആ വഴിക്കാണ് ബസ് കൂടുതലുള്ള ചേരുംകുഴിക്ക് കേട്ടോ. പുത്തൂരിൽ നിന്ന് 10-12 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. പിന്നെ ടൗണിൽ നിന്ന് പുത്തൂർ വഴിക്ക് വരാണെങ്കിൽ 20 കിലോമീറ്റർ ഒക്കെ ഉണ്ട് ചേരുംകുഴിക്ക് എത്താൻ. വലക്കാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂബിലി ബിഷപ്പ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് നെല്ലിക്കുന്ന്, നടത്തറ, പൂച്ചട്ടി, വലക്കാവ്, ചേരുംകുഴി ആ റൂട്ടാണ് ഏറ്റവും എളുപ്പം. സ്വന്തം വാഹനങ്ങളിലൊക്കെ വരുവാണെങ്കിൽ ആ വഴിക്ക് വരിക. ടൗൺ ടച്ച് ചെയ്ത് വരുന്നവർ ബസ്സിനാണ് വരുന്നെങ്കിൽ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റ് ചേരുംകുഴിക്ക് ബസ്സുണ്ട്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കുറേ പേരുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും നമ്മൾ ആദ്യം റൂട്ടും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ബോറടിക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. കാരണം കുറേ പേര് അറിയിക്കുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനമാണ് കേട്ടോ. പിന്നെ കുറേ പേര് ഇവിടെ വന്നിട്ടൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് തന്നെ നമ്മുടെ ഒരു ഒളരിയിലുള്ള ഒരു ചേട്ടനൊരു സ്റ്റുഡിയോ, ആ ചേട്ടൻ്റെ പേര് ഞാൻ വിട്ടു. ചേട്ടൻ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ വീഡിയോ പിടിക്കുന്ന ഡീറ്റെയിലും. ആളൊരു ഫോട്ടോഗ്രാഫറാണ്. ഒളരി സ്റ്റുഡിയോകളുള്ള ചേട്ടനാണ്. പറയാണ്ടിരിക്കാൻ പറ്റില്ല. ആൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ആത്മാർത്ഥമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. അങ്ങനെ കുറേ പേര്, ഒരുപാട് പേര് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഇന്ന് വന്നുകൊണ്ടാണ് ഞാൻ പ്രത്യേകം മറക്കാണ്ട് എടുത്ത് പറഞ്ഞു കേട്ടോ. കുറേ പേര് അതുപോലെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി കേട്ടോ. നിങ്ങളുടെയൊക്കെ സഹകരണം, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ വളരെയധികം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇനിയും സപ്പോർട്ടൊക്കെ മുന്നോട്ടുണ്ടാവണം കേട്ടോ. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഇന്ന് കാണിക്കണമെന്ന് പറഞ്ഞാൽ പുതിയ ഐറ്റമൊന്നും അല്ല. എന്നാൽ ഇതൊരു ഭയങ്കര ഡിമാൻഡുള്ള, ഭയങ്കര എൻക്വയറി ഉള്ള, ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, കുറേ പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാണ്ട് സങ്കടപ്പെട്ടു പോയതാണ് ഈ ബ്ലാക്ക്. കണ്ടോ, നമ്മുടെ ഡെയ്സി ഫ്ലവർ നെറ്റ്. ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞാണ്. എങ്കിലും ഒന്നും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടോ ഒന്നുകൂടെ പറയാം കേട്ടോ. ഇത് നൈലോൺ നെറ്റാണ് നമ്മൾ ചെയ്തതാണ് കേട്ടോ. നമ്മൾ ചെയ്യിപ്പിച്ചതാണ് ഗുജറാത്തിൽ. അതായത് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള നൈലോൺ നെറ്റ് കൊടുത്തിട്ട് അതിലാണ് ചെയ്തേക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, നമ്മൾ ആദ്യം അല്ലാണ്ട് സാമ്പിൾ വരുത്തി നോക്കിയപ്പോൾ നമുക്ക് വളരെ ലോ ക്വാളിറ്റി നെറ്റിലാണ് കിട്ടിയത്. അതിൻ്റെ സാമ്പിൾ കിട്ടിയത്, അതായത് നല്ല സ്റ്റിഫ് നെറ്റ് ഉണ്ടല്ലോ, നമുക്ക് 10-15 രൂപയ്ക്ക് കിട്ടുന്ന സ്റ്റിഫ് നെറ്റിലൊക്കെയാണ് ഈ ഒരു ഡെയ്സി ഫ്ലവർ നെറ്റ് വന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തപ്പോൾ തീരെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ കുറേ ആയിട്ട് നമ്മൾ 1.5 വർഷമെങ്കിലായിട്ട് അതിൻ്റെ കുറേ കസ്റ്റമേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. 1.5 വർഷമായിട്ട് ഈ ഡെയ്സി ഫ്ലവറിൻ്റെ ഡിമാൻഡ് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലങ്ങളൊക്കെ ഇതിൻ്റെ ഇതൊക്കെ വരുത്തി നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇഷ്ടപ്പെട്ടില്ല. ഈ 10 രൂപ 15 രൂപയുടെ സ്റ്റിഫ് നെറ്റിൽ ഇങ്ങനെ ചെയ്തിട്ടാണ് കൂടുതൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഫ്ലവറൊക്കെ മൊത്തം ഇങ്ങനെ പൊടിയായിട്ട് പോയി. പിന്നെ കുടഞ്ഞപ്പോഴൊക്കെ കുറേ പൊഴിഞ്ഞു പോയി. അത്രയും ക്വാളിറ്റി ഇല്ലാണ്ട് ഇത് അതുകൊണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നല്ല നൈലോൺ നെറ്റിൽ, നല്ല അടിപൊളി നൈലോൺ നെറ്റ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിക്കുന്ന നെറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഷോപ്പിലുണ്ട് ആ നെറ്റ്. ആ നെറ്റിലാണ് ചെയ്തേക്കുന്നത്. അത് മേടിച്ചിട്ടുള്ള കുറേ പേരുണ്ട്, അവർക്ക് അറിയാൻ പറ്റും ആ നെറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ. ആ നെറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എങ്കിലും നമുക്കിതൊരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല. കാരണം ഇതൊരു പ്രിൻ്റാണ് കേട്ടോ. നമുക്കൊരു പ്രിന്റ് ചെയ്യുന്നതാണ് നമ്മൾ നെറ്റിൽ. അതൊരു പെയിന്റ് പോലെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. കുറേ കസ്റ്റമേഴ്സിന് അറിയാം, അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് നല്ല ഭംഗിയാണ്, ഒരു ഫാൻസി ഐറ്റമാണ്. എന്നാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര വാഷിങ്, വെള്ളത്തിൽ കണ്ടമാനം ഇട്ടിങ്ങനെ പിഴിയുക, വാഷിംഗ് മെഷീൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കാരണം നമ്മളൊന്ന് കെയർ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അറിയാമല്ലോ, നമുക്ക് വലിയ വലിയ പട്ടുസാരികളും 20,000 മേടിച്ചാലും ചിലപ്പോൾ പോലും കഴുകാൻ പറ്റില്ല എന്ന് പറയും. ഇത് പെർ മീറ്റർ 67 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. 67 രൂപ മാത്രമേ ഉള്ളൂ. 46 ഇഞ്ചോളം ഈ നെറ്റിന് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇത് പറയാൻ കാര്യം, ഞാൻ നിങ്ങൾക്ക് കുറേ കസ്റ്റമേഴ്സ് ചോദിച്ചായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയണം. അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. എന്ന് പറഞ്ഞത് പെട്ടെന്ന് പോകുന്നെങ്കിൽ വലിച്ചാലോ പിഴിഞ്ഞാലോ തിരുമ്മിയാലോ പോകുന്ന ഒരു ഐറ്റം അല്ല കേട്ടോ. നല്ല ഭംഗിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ട് തികഞ്ഞില്ലെന്ന് പറഞ്ഞാൽ കുറേ കസ്റ്റമേഴ്സ് ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ വൈറ്റ് ബ്ലാക്ക് വരാൻ. കുറേ പേര് അഡ്വാൻസ് ഒക്കെ തരാമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അടുത്തടുത്ത് വരുന്ന ദിവസങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് എത്ര മീറ്റർ വേണേലും ഇപ്പം നിലവിലൊരു 300-400 മീറ്ററൊക്കെ ഇവിടെ നിലവിലുണ്ട് കേട്ടോ ഈ ബ്ലാക്ക് മാത്രം. കാരണം അത്രയും ഓർഡർ ഉണ്ട്. കുറേ പേര് ബുക്ക് ചെയ്യാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്.
അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ 2-3 ദിവസമൊക്കെ നല്ല തിരക്കാണ്. നിങ്ങളുടെ മെസ്സേജുകളൊക്കെ നോക്കും. ഡിലേ ചിലപ്പോൾ കുറച്ച് മെസ്സേജ് നോക്കാനൊക്കെ ഡിലേ വരും. ആരും ദേഷ്യപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. അത്രയും കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളൊന്ന് ചിന്തിക്കണം. പിന്നെ നിങ്ങൾ 2 നമ്പറിലും മെസ്സേജ് അയക്കണം കേട്ടോ. 2 നമ്പറിൽ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആദ്യം കാണുന്ന നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കരുത്. തൊട്ട് താഴെ ഒരു നമ്പറും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ നമ്പറിൽ കണ്ടമാനം മെസ്സേജുകൾ ഒരുപാട് കൂടുതലാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നവരും ഒക്കെ നിങ്ങളൊന്ന് 2ാമത്തെ നമ്പറിലും കൂടി മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എങ്കിലും നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത് 2-3 ദിവസം നല്ല തിരക്കുണ്ട്. പെട്ടെന്ന് നിങ്ങൾ റിപ്ലൈ കിട്ടണമെന്ന് വിചാരിച്ച് പിണങ്ങുകയൊന്നും ചെയ്യരുത്. എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ റിപ്ലൈ തരും. പിന്നെ പേയ്മെൻറ്റ് ചെയ്തു, അയ്യോ ഇനിയിപ്പോൾ സാധനം കിട്ടില്ലേ, കാശും പോയോ എന്ന് ചിന്തിക്കണ്ട. എന്തെങ്കിലും വെച്ചാൽ നിങ്ങളുടെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയാൽ പോലും നിങ്ങളുടെ 1 രൂപ പോലും നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്കത് ഇന്ന് വരെ ഒരാൾക്കും കിട്ടാനുണ്ടെന്ന് പറയണം കേട്ടോ. എവിടെയെങ്കിലും ആരെങ്കിലും 1 രൂപയെങ്കിലും കിട്ടാനുണ്ട് പറയണം. കാരണം എല്ലാവർക്കും അത് എന്തെങ്കിലും ഇങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ട. ഓക്കെ. അപ്പോൾ ഈ ബ്ലാക്ക് ഉണ്ടോ? അപ്പോൾ നമ്മൾ എല്ലാ കളറും നിവർത്തുന്നില്ല കേട്ടോ. ഇത് നൈലോൺ നെറ്റാണ് കേട്ടോ, മോണോ നൈലോൺ നെറ്റാണ്. അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള നെറ്റിലാണ് ചെയ്തേക്കുന്നതും കേട്ടോ. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ നമ്മൾ ചില കളറുകളൊക്കെ കാണിക്കുമ്പോൾ കളറൊക്കെ വേരിയേഷൻ വരും. അപ്പോൾ നിങ്ങൾ ഒന്ന് സഹകരിക്കണം. കാരണം നമ്മൾ ഈ വീഡിയോ ഫോണിൽ ചെയ്യുന്ന ഇതിലാണല്ലോ. അപ്പോൾ ക്യാമറയുടെ ഒരു ഇതുകൊണ്ട് കളർ നമ്മളിപ്പോൾ എത്ര വലിയ ക്യാമറ എടുത്താലും കളർ ഒരു വേരിയേഷൻ വരാറുണ്ട്. അപ്പോൾ ഓൺലൈനിൽ മേടിക്കുമ്പോൾ അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം കളറൊക്കെ പറയാം. പിന്നെ ഫോട്ടോസൊക്കെ മാക്സിമം എടുത്തു തരാം. അപ്പോൾ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം, ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും എന്നുള്ളത്. ഇത് നല്ല ബ്ലാക്ക് തന്നെയാണ് കേട്ടോ, ജെറ്റ് ബ്ലാക്ക് ആണ്. ഇതിൻ്റെ പേര് ഡെയ്സി ഫ്ലവർ നെറ്റ്. റേറ്റ് വരുന്നത് പെർ മീറ്ററിന് 67 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. പെർ മീറ്റർ 67 രൂപ. അപ്പോൾ ബാക്കി കളേഴ്സ് കാണിക്കാം. കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് കളേഴ്സ് ഉണ്ട്. നമ്മൾ കുറേ കളേഴ്സ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഐറ്റമാണ് കേട്ടോ, ഫാൻസി ആയിട്ട് നല്ല. കുറേ പേര് എനിക്ക് ഡ്രസ്സൊക്കെ അടിച്ചിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്, അടിപൊളിയാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കാരണം അത്രയും ഭംഗിയാണ് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ. ഓക്കെ. ഇത് നല്ലൊരു ഡാർക്ക് റെഡ് ആട്ടോ, അതായത് ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് വരുന്നതാണ് ഇപ്പോൾ കാണിച്ചത്. പിന്നെ ശരിക്കുള്ള നല്ല റെഡ് ഇത് ഇപ്പുറത്തിരിക്കുന്നത് കേട്ടോ. രണ്ടും വ്യത്യാസം കണ്ടോ. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഒരേപോലെ ആയിരിക്കാൻ തോന്നുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നല്ല ചില്ലി റെഡാണ് വേണമെങ്കിൽ നിങ്ങൾ ചില്ലി റെഡ് ഡെയ്സി നെറ്റ് എന്ന് പറഞ്ഞ്, ഇനിയിപ്പോൾ ഡെയ്സി നെറ്റ് എന്ന് ഇട്ടില്ലെങ്കിലും ആ കളറിൻ്റെ പേരെങ്കിലും ഒന്ന് എഴുതാൻ മറക്കരുത് കേട്ടോ. ഇത് നല്ല ചില്ലി റെഡാണ്. ഇതൊരു കുറച്ചൊരു ഡാർക്ക് റെഡാണ് കേട്ടോ, ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു റെഡാണിത്. ഒക്കെ എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ, എല്ലാം അടിപൊളി. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ. അടുത്തത് ലൈറ്റ് പിസ്ത ഗ്രീൻ. ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് കേട്ടോ. ഓക്കെ. പിന്നെ അടുത്തൊരു ഡാർക്ക് കളറാണ്, രാമ ഗ്രീൻ എന്ന് പറയുന്നൊരു കളറാണ് കേട്ടോ. രാമ ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്, നല്ല കളറാണ്. ബോട്ടിൽ ഗ്രീൻ അല്ല, ബോട്ടിൽ ഗ്രീൻ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാമ ഗ്രീൻ ഏകദേശം അറിയാമല്ലോ, നല്ലൊരു കളറാണ്. ഒരു പീക്കോക്കിൻ്റെ ഒരു മിക്സായി വരുന്നൊരു കളറാണ് കേട്ടോ. വെറൈറ്റി കളറുകളാണ്. അടുത്തത് നല്ല ഡാർക്ക് ഗ്രേപ്പ് കളർ. ഇനിയിപ്പോൾ ഇതിലും കുറച്ചൊരു വയലറ്റ് പോലെ വരുന്ന കളറുണ്ട്, ഇതിനോട് ഏകദേശം മാച്ചാണ്. അപ്പോൾ നിങ്ങൾ അത് ഈ രണ്ടും കാണിക്കുമ്പോൾ നിങ്ങൾ നമുക്ക് മാറിപ്പോകാണ്ടിരിക്കാൻ നിങ്ങളൊന്ന് പറയണം, ഗ്രേപ്പ് കളർ, ഡാർക്ക് ഗ്രേപ്പ് അല്ലെങ്കിൽ വയലറ്റ്, ഡാർക്ക് വയലറ്റ് അങ്ങനെ ഒന്ന് പറഞ്ഞേക്കണം. കാരണം ഇതിനോട് മാച്ചായിട്ട് വരുന്നുണ്ട് ആ കളറ്. അപ്പോൾ ഞാൻ നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്രേപ്പ് കളറും ഡാർക്ക് വയലറ്റ് കളറും ഒക്കെ ഭംഗി, അടിപൊളി കളറുകളാണ് കേട്ടോ ഡെയ്സി നെറ്റിൽ വന്നേക്കുന്നത്. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം കുറേ കസ്റ്റമേഴ്സ് കിട്ടാണ്ട് വിഷമിച്ച് ഇരിക്കുന്നവരുണ്ട്, പിണങ്ങിയവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി ഇഷ്ടം പോലെ കൊണ്ടുവന്നുണ്ട് കേട്ടോ. ഇതാണ്ട ലാവണ്ടർ ആവശ്യപ്പെട്ട് കുറേ പേരുണ്ടായിരുന്നു. ലാവണ്ടർ കൊണ്ടുവരാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചവരുണ്ടായിരുന്നു കേട്ടോ. ലാവണ്ടർ ഇല്ല, 2 ടൈപ്പിൽ വന്നിട്ടുണ്ട് ലാവണ്ടർ. ഇതാ കണ്ടോ, കറക്റ്റ് ലാവണ്ടർ ആണിത്. പിന്നെ ഒരു റോസ് മിക്സ് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഉണ്ട് കേട്ടോ, അതും ലാവണ്ടറിൽ പെട്ടത് തന്നെയാണ്. അതായത് റോസ് മിക്സ് അതിൽ കൂടുതൽ വരുന്നത്. വ്യത്യാസം കണ്ടോ.
അറിയാൻ പറ്റില്ല. വീഡിയോയിൽ നിങ്ങൾക്ക് ഒന്ന് മാർക്ക് ചെയ്ത് അയക്കണം കേട്ടോ. ഇത് ലാവൻഡർ ആട്ടോ, ബ്ലൂ അല്ല, ലാവൻഡർ കളറാണ്. ഇത് റോസ് മിക്സ് ആയിട്ട് വരുന്ന ഒരു ലാവൻഡർ ഷെയ്ഡായിട്ട് വരും. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെയ്സി ഫ്ലവർ നെറ്റ് മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ. കാരണം കുറേ കളേഴ്സ് ഉണ്ട്. കാരണം ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കണ്ടമാനം ഓർഡറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓർഡറുകളൊക്കെ നമുക്ക് കവർ ചെയ്ത് ഒരുപാട് മെറ്റീരിയൽ കാണിച്ചാൽ ബുദ്ധിമുട്ടാവും. ഇതാണ്ടാ നല്ല ഡാർക്ക് യെല്ലോ മാമ്പഴ മഞ്ഞ കേട്ടോ. നല്ല മാമ്പഴ മഞ്ഞയിലാണ് വന്നേക്കുന്നത്. ഇത് മറ്റേ ആ ഒരു ഭയങ്കര ഉദിച്ച മഞ്ഞൊന്നുമല്ല കേട്ടോ, നല്ല യെല്ലോ കളറാണ്. ഇതൊക്കെ നമ്മുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. നമ്മുടെ കയ്യിൽ ഒരു നെറ്റിൻ്റെ ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ടിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തൊരു കളറാണ്. പിന്നെ ഒരു വെറൈറ്റി ഒരു ഐറ്റം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. വൈറ്റ്, ഇത് പറയാതിരിക്കാൻ പറ്റില്ല. എവിടെയും കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ തള്ളിമറിച്ചത് വെറുതെ തള്ളിമറിച്ചല്ല കേട്ടോ. ഇതിനകത്ത് ചെറിയൊരു കാരണമുണ്ട്. കാരണം ഈ വൈറ്റ് നെറ്റിൽ സാധാരണ വരുന്നത്, നമ്മളിപ്പോൾ എല്ലാ നെറ്റിലും വന്നിട്ട് ഉള്ളേക്കുന്ന ഒരു വൈറ്റ് ഫ്ലവർ തന്നെയാണ്. അതിൻ്റെ സെൻറ്ററിൽ ഒരു മഞ്ഞ്. ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്നറിയാമോ? നമ്മുടെ ഒരു ഐഡിയക്ക് നമ്മൾ കൊടുത്തു, ഇന്ന പോലെ ഇന്ന കളറിൽ ചെയ്യാൻ പറഞ്ഞ് കൊടുത്ത് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കണ്ടോ, വൈറ്റിൽ സെൻറ്റർ മഞ്ഞ തന്നെയാണ്, ഒരു പീച്ച് കളറായിട്ട്. നെറ്റ് വൈറ്റാണ്. ഇതാ അടിപൊളിയല്ലേ? ഇതാ സൂപ്പർ. കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിച്ച് അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് മെയിനായിട്ട് കൂടുതലും കുട്ടികളുടെ ഫ്രോക്ക് അടിക്കാനാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. പിന്നെ കുറച്ച് പേര് സാരി ആയിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ വൈറ്റ് കണ്ടില്ലേ? വൈറ്റിലൊരു പീച്ച് കളറാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഫ്ലവർ. ആ സെൻറ്ററിലുള്ളത് മഞ്ഞ തന്നെയാണ്, അത് നമ്മൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, അടുത്തത് ടീ ബ്ലൂ. നേവി ബ്ലൂ അല്ല കേട്ടോ, ടീ ബ്ലൂ ആണ്. നേവി ബ്ലൂ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്തെന്തോ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഓക്കെ കാണിക്കാം. ഇത് ടീ ബ്ലൂ ആണ് കേട്ടോ, ടീൽ ബ്ലൂ ആണ്. ഇതാ, നിങ്ങൾ ഈ കളറ് പേരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കണം ഓർഡർ ചെയ്യുമ്പോൾ. നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ വരുമ്പോൾ, ഡിസൈൻ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ 2 വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. 2 നമ്പറിലും ഒരേപോലെ, ഒരാൾ 2 നമ്പറിലും ഒരേപോലെ ഓർഡർ ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾ 2 നമ്പറിലും ഓർഡർ ചെയ്യണം കേട്ടോ. ആദ്യം കാണുന്ന നമ്പർ മാത്രം പെട്ടെന്ന് ഓർഡർ ചെയ്യരുത്. കാരണം അതിൽ മെസ്സേജ് കൂടുതലായതുകൊണ്ട് ലേറ്റ് ആവും. 2ലൂടെ മിക്സ് കുറച്ച് പേര് ഒന്ന് വിചാരിച്ചാൽ മതി, രണ്ടാമത്തെ നമ്പറിൽ ചെയ്യാമെന്നും കൂടെ വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഏത് നമ്പർ ആയാലും നിങ്ങൾക്ക് കുറച്ച് ഡിലേ വരാം കേട്ടോ. കാരണം 2 നമ്പറിൽ കണ്ടമാനം മെസ്സേജുകളാണ്. നമുക്ക് അത്രയും കസ്റ്റമേഴ്സ് റെഗുലറായിട്ട് എടുക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലേറ്റ് ആവണത്. അതുകൊണ്ട് നിങ്ങൾ പിണങ്ങുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. ലേറ്റ് ആയെന്ന് പറഞ്ഞ് ഒക്കെ റെഡിയാവും. ഓക്കെ, ഇത് കണ്ടോ, ഇതൊരു ഗ്രീനും ബ്ലൂവും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ്. ഇതിനോട് മാച്ചാവുന്ന കുറച്ച് കളറുകളുണ്ട്. സ്കൈ ബ്ലൂ അല്ല കേട്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് സ്കൈ ബ്ലൂ ആയിട്ട് തോന്നാം. സ്കൈ ബ്ലൂ വേറെ ഉണ്ട്, അതുണ്ടോ. മറ്റേത് ഗ്രീൻ കൂടുതലാണ്. ഓക്കെ, പിന്നെ വേറൊരു ഗ്രീനും കൂടി ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ച് വെച്ച് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞ് കാണിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കസ്റ്റമേഴ്സിന് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കളറുകളുടെ ഒരു പ്രശ്നം ഉണ്ടാവാണ്ട് മാക്സിമം നോക്കുകയാണ് കേട്ടോ. കണ്ടോ, അത് രണ്ടും ഒരുമിച്ച് കാണിക്കാം. ഗ്രീനിൽ പെട്ട കളർ കണ്ടോ, ഇത് ശരിക്കുള്ള ഒരു ഗ്രീനാണ്, ബോട്ടിൽ ഗ്രീൻ അല്ല, ഇത് കറക്റ്റ് ഒരു ഗ്രീനാണ്. ഇത് കുറച്ച് ബ്ലൂ മിക്സായ ഗ്രീൻ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ടൈപ്പ് ചെയ്താലും മതി, ബ്ലൂ മിക്സായ ഗ്രീൻ ഇട്ടാൽ മതി. ശരിക്കുള്ള ഒരു ഗ്രീൻ ആണെങ്കിൽ ഇത് ഗ്രീനാണ്. ബോട്ടിൽ ഗ്രീൻ വേറെ ഉണ്ട് കേട്ടോ, അത് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്തേക്കും, ബോട്ടിൽ ഗ്രീൻ അയക്കണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് മാർക്ക് ചെയ്തിട്ട് ഇതിൽ മാർക്ക് ചെയ്ത് അയച്ചാലും മതി. അപ്പോൾ 2 മെസ്സേജ് അയക്കുക. എത്ര നിങ്ങൾ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫോട്ടോസ് അയക്കുമ്പോൾ എത്ര മീറ്റർ ആണെന്നുകൂടി ആ കയ്യോടെ അങ്ങ് അയക്കണം കേട്ടോ. പിന്നെ അഡ്രസ്സ് അയക്കുമ്പോൾ കറക്റ്റായിട്ട് ഫോൺ നമ്പർ വെക്കുന്നില്ല കുറേ പേര്, വീട്ടും പേര്, അങ്ങനെ എല്ലാം കറക്റ്റ് വേണം. നമ്മുടെ പേര്, വീട്ടും പേര്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, പിൻകോഡ്, കോൺടാക്ട് നമ്പർ, ഇത് മസ്റ്റായിട്ട് നിങ്ങൾ അഡ്രസ്സിൽ തരണം കേട്ടോ. പോസ്റ്റ് വഴി അയച്ചാലും DTDC വഴി അയച്ചാലും നിങ്ങൾ കറക്റ്റായിട്ട് തരണം. വിളിച്ചാൽ കിട്ടുന്ന നമ്പർ കറക്റ്റ് തരണം. പിന്നെ വാട്സാപ്പ് നമ്പർ ആണെന്ന് വെച്ചാൽ നമ്പർ
അഡ്രസ്സിൻ്റെ കൂടെ അയക്കാണ്ടിരിക്കരുത്, അതും കൂടെ അയച്ചോളൂ. ഓക്കെ, ഇത് സ്കൈ ബ്ലൂ ആണ് കേട്ടോ, കറക്റ്റ് ഒരു സ്കൈ ബ്ലൂ ആണ്. അടുത്ത കളർ കാണിക്കാം. ഇത് കണ്ടോ, ഇത് സ്കൈ ബ്ലൂ അല്ല, ലൈറ്റ് ആയിട്ടൊരു ഗ്രീൻ മിക്സ് ആയിട്ട് ഒരു സീ ബ്ലൂ ആയിട്ട് വരും. ഉണ്ടോ, നല്ലൊരു കളറായത്, നല്ല ഭംഗിയുള്ള, കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് കഴിഞ്ഞ ഒരു കളറാണിത്. അതുപോലെ തന്നെ വേറെ കണ്ടോ, ഇതിലും ഒരു ലൈറ്റ് ഗ്രീൻ, എന്തോ ഒരു ഓഷ്യൻ ബ്ലൂ പോലെയുള്ള ഒരു കളറാണ്. സോറി, ഒക്കെ ഭംഗിയുള്ള കളറുകളാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഫോട്ടോസിൽ വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്തേക്കണം നിങ്ങൾക്ക് വേണ്ട. ഈ കളർ കറക്റ്റ് ഏതാന്ന്, നമ്മുടെ അക്വാ ഗ്രീൻ എന്നൊക്കെ പറയുന്ന കളറാണ് കേട്ടോ, അക്വാ ഗ്രീൻ. അതാണ് ഈ കളറ്. അപ്പോൾ നിങ്ങൾ അക്വാ ഗ്രീൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ കളറായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. ഇത് ലൈറ്റ് സ്കൈ ബ്ലൂ, ഇത് കുറച്ച് കറക്റ്റ് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ, കുറച്ച് ഡാർക്കായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി, ലൈറ്റ് സ്കൈ ബ്ലൂ, ഡാർക്ക് സ്കൈ ബ്ലൂ, അക്വാ ഗ്രീൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് കളറിൻ്റെ കാര്യത്തിൽ ഇത് വരില്ല. ഓക്കെ, പിന്നെ ഒരു പീച്ച് കളർ അടുത്തത്. ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കുറേ പേര് കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്ത് കിട്ടാണ്ട് വിഷമിച്ച് പോയവരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നത് ഡെയ്സി നെറ്റ് മാത്രമേ കാണിക്കുള്ളൂ, കാരണം അത്രയും കളേഴ്സ് ഉണ്ട്. അതുപോലെ അതിന് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. വേറെ മെറ്റീരിയലൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ അക്കോബയുടെ ഒക്കെ ഓഫ് വൈറ്റ് കുറേ ഡിസൈനുകളൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കാം കേട്ടോ. അത് അടിപൊളി 10 ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ട് ഡയറക്റ്റ് മേടിക്കുക. ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ കാണാം. 10 ഡിസൈൻ അക്കോബയുടെ അടിപൊളി ഡിസൈനുകൾ നമ്മൾ ചെയ്യിച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി വൈറ്റ് ചെയ്യുന്നുണ്ട്, 2 ആഴ്ച കഴിഞ്ഞിട്ട് പ്യൂർ വൈറ്റ് വരും. അതും കഴിഞ്ഞിട്ട് പിന്നെ ഡാർക്ക് കളേഴ്സ് സാമ്പിൾ വന്ന് നമ്മളെല്ലാം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പിന്നെ ഡാർക്ക് കളേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്, ഒക്കെ വരും കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം. ഇതൊരു പീച്ച് കളറ്, ലൈറ്റ് യെല്ലോ, ലെമൺ യെല്ലോ, വളരെ ലൈറ്റ് ഒരു ലെമൺ യെല്ലോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ ടൈപ്പ് ചെയ്ത് അയക്കണേ. ഓക്കെ, ഓക്കെ. ഇത് അടുത്ത മെറൂൺ, ഡാർക്ക് മെറൂൺ, നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ. ഒനിയൻ പിങ്ക്, ഒനിയൻ പിങ്കും കിട്ടാണ്ട് കുറേ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും കുറേ പേര് ഓനിയൻ പിങ്കിന് കുറേ പേര് ആ ഒരു ഭാഗത്തുനിന്ന്, ചെന്നൈ ആ ഭാഗത്തുനിന്ന് ആവശ്യക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ കൂടുതൽ ഒനിയൻ പിങ്കിനോടായിരുന്നു ഇഷ്ടം. എന്തോ ആ കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ റേറ്റ് ഞാൻ പറയാം, ഇടയ്ക്കിടയ്ക്ക് പറയാം. ഒരു കസ്റ്റമർ പറഞ്ഞു ഇടയ്ക്കൊന്ന് റേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 67 രൂപ മാത്രമേ ഉള്ളൂ, പെർ മീറ്ററിന് 67 രൂപ. നല്ല വൈൻ റെഡ്, വൈൻ കളറാണ് കേട്ടോ, സൂപ്പർ കളറാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാഞ്ഞ കളറാണ്, കൂടുതലും കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാഞ്ഞ കളർ തന്നെയാണ് കേട്ടോ. ഓക്കെ, പിങ്ക്, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതാണ് ഈ പിങ്ക് കേട്ടോ. പിന്നെ വേറെ കളർ വന്നിട്ടുണ്ട്, പുതിയൊരു ഐറ്റമാണ് കളറ്, ഡാർക്ക് ഒനിയൻ. ഡാർക്ക് ഒനിയൻ, ഈ ഭാഗം കണ്ടാൽ അറിയാം. അതിൻ്റെ ആ ഒരു ഒനിയൻ കളർ ഉണ്ടോ. ഓക്കെ, സ്കൈ ബ്ലൂ ഒന്ന് എടുക്കണം. ബോട്ടിൽ ഗ്രീൻ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാഞ്ഞാണ് കേട്ടോ, ഡാർക്ക് കളേഴ്സ് നമ്മൾ ചെയ്തതാണ്. ബോട്ടിൽ ഗ്രീൻ. ഓക്കെ, ഒരു ഡൗട്ടും കൂടി ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഈ കളർ നമുക്കിവിടെ ലാസ്റ്റ് ആയിരുന്നത്, അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് വരാനായിരിക്കാൻ ആ സ്കൈ ബ്ലൂ, ഡാർക്ക് സ്കൈ ബ്ലൂ കൂടി എടുത്ത് ഇതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ നേരത്തെ സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞ് കാണിച്ചല്ലോ, ഒരു നീല കളർ കണ്ടോ, ഡാർക്കാണ്. അതിൻ്റെ കുറച്ച് ലൈറ്റ് ഇതാണ് കേട്ടോ. ഞാൻ വേറെണ്ണോ കാണിച്ചിരുന്നത്, കാരണം അതൊരു
ലൈറ്റായിട്ട് ഗ്രീൻ മിക്സ് ആയ കളറാണ്. ഉണ്ടോ വ്യത്യാസം കണ്ടോ? ഇതൊക്കെ ഭംഗിയുള്ള കളറുകളാണ്. ഓക്കെ, വീഡിയോസ് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇത് നല്ല ഡാർക്ക് സ്കൈ ബ്ലൂ, ഇത് കുറച്ച് ലൈറ്റ്, ഇതൊരു അക്വാ ഗ്രീൻ കാണിച്ചല്ലോ, അതിൻ്റെ ലൈറ്റാണ് കേട്ടോ. അക്വാ ഗ്രീൻ്റെ ലൈറ്റാണ് ഈ കളർ വരുന്നത്. ഇത് രണ്ടും നിങ്ങൾ ഓർക്കാം. ഞാൻ മറ്റേ 2 കളറും കൂടി വെച്ച് കാണിക്കും. ഈ ഒരു കളർ ഇപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുള്ളൂ. ഇത് ഡാർക്ക് സ്കൈ ബ്ലൂ, അതായത് നീല കുറച്ച് കൂടുതലാണ്, ഇത് കുറച്ച് ലൈറ്റ് കേട്ടോ. ഇനി അക്വാ ഗ്രീൻ്റെ ഡാർക്ക് ലൈറ്റും വെച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്യണം കേട്ടോ, ഡാർക്ക് സ്കൈ ബ്ലൂ, ലൈറ്റ് സ്കൈ ബ്ലൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഉണ്ടോ അക്വാ ഗ്രീൻ്റെ കളർ ഉണ്ടോ? ഇത് ഡാർക്ക്, ഇത് ലൈറ്റ്, വളരെ ലൈറ്റ്, നല്ല ഭംഗിയാണ് കേട്ടോ. 2 കളറും ഭംഗിയുള്ളത് തന്നെയാണ്. അക്വാ ഗ്രീൻ്റെ ഡാർക്കും അക്വാ ഗ്രീൻ്റെ ലൈറ്റും. ഓക്കെ, അപ്പോൾ കളറിൻ്റെ കാര്യത്തിൽ നമ്മൾ കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനാണ് ഇത്രയൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെയ്സി ഫ്ലവർ നെറ്റ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം അത്ര ഓർഡറുകൾ നമുക്ക് ഉണ്ട്, കൊടുക്കാനുണ്ട്. കുറേ പേര് അഡ്വാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അവർക്കെല്ലാം കിട്ടും കേട്ടോ. ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ബ്ലാക്കിന് ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബ്ലാക്ക് ഇഷ്ടംപോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. തീർന്നു പോകത്തില്ല, ആരും പേടിക്കണ്ട. നിങ്ങൾക്ക് എത്ര മീറ്റർ ഞാൻ പറഞ്ഞില്ല, 300-400 മീറ്ററോളം ഓൾറെഡി വന്നിട്ടുണ്ട്. പ്രിന്റ് സ്റ്റോക്ക് ഉണ്ട് നമുക്കിവിടെ. പിന്നെ കുറേ മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ തിരക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. ഇനിയും കൂടുതൽ അടിപൊളി മെറ്റീരിയൽസ് ഒക്കെ വരാണ്ട്. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും മുന്നോട്ടുണ്ടാവണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ അടിപൊളി വീഡിയോസുമായിട്ട് ഉടനെ തന്നെ വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.